ഹായ് ഡിയേഴ്സ്, സുഗമോദേവി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷിയുടെ കൊലപാതകത്തിന് കാരണം ഞാനാണെന്നുള്ള കാര്യം നന്ദനാണെങ്കിൽ ഏറ്റു പറയുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ തുറന്ന എല്ലാ സത്യങ്ങളും നമ്മുടെ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്. ദേവിക്കാണെങ്കിൽ ഇതൊക്കെ കള്ളമാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ നന്ദൻ്റെ അടുത്താണെങ്കിൽ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്, ഒരാളെ കൊന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും കള്ളം പറയുമോ ദേവിക? നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ നീ ഇതിനൊക്കെ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇപ്പോൾ അതിനേക്കാളും പവറും ഉണ്ട്. അതുകൊണ്ട് നിനക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ ശിക്ഷിക്കാം, നിയമപരമായിട്ട് തന്നെ ശിക്ഷിക്കാം, എനിക്കതിനൊരു കുഴപ്പമില്ല. ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചത് എൻ്റെ ഉള്ളിലെ പേടിയായിരുന്നു, നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, ഞാൻ ഒരു കൊലപാതകയാണെന്നറിഞ്ഞാൽ നീ എന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടി. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ പേടിയില്ല, കാരണം ഇന്ന് നീ പൂർണ്ണമായും എന്നിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയിൽവാസത്തിന് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും എനിക്കൊരു പേടിയില്ലെന്നൊക്കെ നമ്മുടെ ദേവിയുടെ അടുത്ത് നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രോത്ത് പോകാൻ വേണ്ടിയിട്ട് ഇസബെല്ലയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. നന്ദൻ എന്തായാലും അവിടെ നിന്ന് ഒറ്റയ്ക്കായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് അവനാണെങ്കിൽ ആകമൊത്തം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്നൊക്കെ നമ്മുടെ ഇസബെല്ല പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല കെവിനെ, നീയും കൂടെ വരുന്നോ എന്ന് കെവിനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ കിളവനാണെങ്കിൽ ഇപ്പം ചത്തൊടുങ്ങാൻ വേണ്ടി കിടക്കുവാണല്ലോ, ആ കാര്യം കൂടെ പറഞ്ഞ് അവനെ കുറച്ചും കൂടെ പേടി കൂട്ടാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ പിന്നെ ദേവിയെപ്പറ്റി ചിന്തിക്കാൻ പോലും അവന് സമയം കാണില്ല. ഇസബെല്ലയുടെ ഈ ഒരു സംസാര രീതിയൊന്നും കെവിനാണെങ്കിൽ തീരെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ശാരികയുടെയും കൂടെ അച്ഛനാണല്ലോ അയാൾ, അതുകൊണ്ട് തന്നെ ഇസബെല്ലയെ പറയുന്ന കാര്യങ്ങളൊന്നും കെവിനാണെങ്കിൽ അങ്ങ് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, നീ എന്താ ദേവികയുടെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ നീ എന്താ അതിൽ നിന്ന് വല്ലാതെ തന്നെ പിന്മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലേ കെവിന്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, അതൊന്നുമില്ല എന്ന് പറഞ്ഞ് കെവിനാണെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കെവിനും ഇസബെല്ലയും കൂടെ നമ്മുടെ ചന്ദ്രോത്തിൽ പോകാൻ വേണ്ടി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്രോത്തിലേക്ക് നമ്മുടെ ഇസബെല്ലയും കെവിനും പോകുന്നുണ്ട്. അവിടെ എത്തി ഇസബെല്ലയും കെവിനെയൊക്കെ കണ്ട പ്രഭാവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇച്ചിരി സമാധാനിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഇതിൽ പ്രഭാവതിക്ക് നല്ല സമാധാനമുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇസബെല്ലയും കെവിനും സിദ്ധാർത്ഥനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ റെഡിക്കും ആ ഋഷി എന്ന് പറയുന്നവനെ കൊന്നോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അച്ഛാ അറിയാതെ പറ്റിയതാണ്, അതിനെ അറിഞ്ഞുകൊണ്ട് കൊന്നതൊന്നുമല്ല, ഈ കെവിനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവൻ്റെ പേര് ഞാൻ പറയാത്തത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം ഇവനും കൂടെ നിയമപരമായിട്ട് ഒരാൾ ശിക്ഷിക്കുമല്ലോ, എന്തായാലും ശിക്ഷ വാങ്ങാൻ ഏറ്റു തയ്യാറാകുന്നത് ഞാൻ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ എൻ്റെ ജീവിതമാണല്ലോ ഇല്ലാതായി നിൽക്കുന്നത്, അവനെന്തായാലും രക്ഷപ്പെട്ട് സുഖമായി തന്നെ ജീവിക്കട്ടെ, വെറുതെ എന്തിനാണ് അവൻ്റെ ജീവിതം കൂടെ കൊണ്ട് കളയുന്നത്. എൻ്റെ ജീവിതമാണെങ്കിൽ ഇപ്പം എല്ലാം പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ദേവിക അത് നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. വെറുതെ എന്തിനാണ് ഒരാളുടെ കൂടെ ജീവിതം ഞാൻ കാരണം പോക്കുന്നത് എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥനോട് നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന കെവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. തൻ്റെ സുഹൃത്ത് തന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതം പോലും ഇതാക്കുന്നുണ്ട്. തൻ്റെ പേര് പറയാതെ ആ കൊലപാതകത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മുടെ സിദ്ധാർത്ഥനോട് നന്ദു പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ കെവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. ഇനിയെങ്കിലും അവൻ്റെ കൂടെ നിൽക്കണമല്ലോ, അവനെ എന്തിനാണ് ഞാനിങ്ങനെ പറ്റിക്കുന്നത്, കബളിപ്പിക്കുന്നത്, അതും ഇവൾക്ക് വേണ്ടി. ഇവൾക്ക് അവനോട് ശരിക്കുമുള്ള സ്നേഹമാണോ, അതോ എന്തിനു വേണ്ടിയാണ് അവളിങ്ങനെ, അതോ ദേവികയോടുള്ള പ്രതികാരമാണോ ഈ നന്ദുവിനോട് ഇവൾ തീർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കെവിനാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രോത്തിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ ദേവികയാണെങ്കിൽ ചന്ദ്രമതിയെ കാണാനാണ് പോകുന്നത്. ചന്ദ്രമതിയെ കാണാൻ വേണ്ടി പോകുന്ന ദേവികയാണെങ്കിൽ എല്ലാ സത്യങ്ങളും ചന്ദ്രമതിയുടെ അടുത്താണ് പറയുന്നത്. കാരണം ഇപ്പോൾ ദേവിക്ക് എല്ലാം സംസാരിക്കാനും എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കാനും എല്ലാം കൂടെ നിൽക്കുന്ന ഒരാളാണ് ചന്ദ്രമതി. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെയാണ് നമ്മുടെ ദേവിക കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ദേവികയാണെങ്കിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മുഴുവനായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാനൊരു MLA ആണെന്ന് വെച്ച് എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും അയാളെ ശിക്ഷിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഒരു MLAയുടെ ഭർത്താവായതുകൊണ്ട് അയാൾ നിരപരാധി ആവുന്നില്ല, അയാൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം. അയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു കൊലയെപ്പറ്റി ആരും കള്ളം പറയില്ലല്ലോ, തീർച്ചയാണ് അയാൾ പറഞ്ഞത് മുഴുവൻ തന്നെ സത്യമാണ്. എന്തായാലും ഞാനിത് പോലീസിനെ അറിയിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോഴത്തെ എൻ്റെ നിലവാരമൊക്കെ വെച്ച് ആൾക്കാർ എന്നെപ്പറ്റി ചിലപ്പം കുറ്റം പറഞ്ഞേക്കാം. സ്വന്തം ഭർത്താവിനെ
പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്ന് വരെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല. നിരപരാധികൾ എന്നും നിരപരാധികളായി തന്നെ ഇരിക്കട്ടെ. പക്ഷെങ്കിൽ കുറ്റം ചെയ്തവർ എന്നും ശിക്ഷിക്കപ്പെടണം. അതെൻ്റെ ഒരിത് തന്നെയാണ്. ഞാൻ അധികാരത്തിൽ വന്നതുകൊണ്ട് നന്ദു ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെങ്കിൽ നന്ദു എന്നോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഞാനല്ലാതെ മറ്റൊരു പെണ്ണിനെ നന്ദു ആഗ്രഹിച്ചിട്ടില്ലെന്ന്. പക്ഷെങ്കിൽ അതൊന്നും ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. എനിക്ക് എന്തായാലും ഋഷിയെ കൊന്ന അയാളെ എന്തായാലും പോലീസിന് മുന്നിൽ എത്തിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നിട്ട്, ഓരോ കാര്യങ്ങളും നീ ചെയ്യുമ്പോൾ അത് 100 വട്ടം നീ ആലോചിക്കണം മോളെ. നിൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. എന്തായാലും പ്രഭാവതി അവൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്തിരിക്കും. അവൾ ചെയ്ത കുറ്റം അവൾ തന്നെ ചിലപ്പോൾ ഏറ്റെടുത്തെന്ന് വരാം. പക്ഷെങ്കിൽ എല്ലാവരുടെ കണ്ണിലും നീ ഇപ്പോൾ കുറ്റക്കാരിയായിട്ട് മാറും. നിൻ്റെ ഭർത്താവാണ് അവൻ, അത് നീ മറന്നു പോകരുത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ആലോചിച്ച് തന്നെ ചെയ്യണമെന്നൊക്കെ വീണ്ടും വീണ്ടും ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്നുണ്ട്. ദേവിക പറയുന്നുണ്ട്, ഇനിയൊന്നും എനിക്ക് കൂടുതൽ ആലോചിക്കാനില്ല ആൻറ്റി. എന്തായാലും ഞാനിപ്പോൾ ഇത് തന്നെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശിക്ഷിക്കപ്പെട്ടവർ എന്തായാലും ശിക്ഷിക്കപ്പെട്ടു. ഇനിയിപ്പോൾ നന്ദുവും കൂടെ ശിക്ഷിക്കപ്പെടണം. അതൊന്നും എനിക്ക് അവനോടുള്ള പ്രതികാരമായിട്ട് ആരും കാണണ്ട. കാരണം എനിക്ക് നന്ദുവിനോട് യാതൊരു പ്രതികാരവും ഇല്ല. പക്ഷെങ്കിൽ നന്ദു ഋഷിയെ കൊന്നത് എന്തിനായിരിക്കും അതൊക്കെ എനിക്കറിയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും എന്ത് വന്നാലും ആൻറ്റി എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നമ്മുടെ ദേവികയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ സിദ്ധാർത്ഥ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ദേവിക നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ നീ എന്തായാലും കേസിൽ പെടും. അവൾക്കിപ്പോൾ നിന്നോട് തീരാത്ത പകയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ഛാ ഇനി എന്ത് ചെയ്യണമെന്ന്. എന്താണെങ്കിലും അവൾ തീരുമാനിച്ചോട്ടെ. അവൾ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യാം. അവൾക്കിപ്പോൾ എന്നെ ജയിലിൽ അടക്കണം എന്നാണെങ്കിൽ അങ്ങനെയെങ്കിലും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ച് ജയിലിലോട്ട് പൊക്കോളാം എന്നുള്ള രീതിയിൽ നന്ദൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, നന്ദു നിന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇതിൽ വിട്ടു കൊടുക്കില്ല. എന്തായാലും നീ ഒന്നും ജയിലിൽ പോകേണ്ട ആവശ്യമില്ല. എനിക്കും കുറേ ആൾക്കാരൊക്കെ പിടിപാടുണ്ട്. അതുകൊണ്ട് നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പ്രഭാവതിയുടെയും സിദ്ധാർത്ഥൻ്റെയും മുമ്പിൽ വെച്ചിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിക്ക് ഇസബെല്ലയോട് ചെറുതായിട്ട് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇസബെല്ലയാണെങ്കിൽ പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടായിട്ട് പറയുന്നുണ്ട്, ആരും പേടിക്കേണ്ടതില്ല. അച്ഛനും അമ്മയും ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നന്ദുവിനെ അവളുടെ അരിയിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഇനി എന്തായാലും. അതൊന്നും ആലോചിച്ച് നിങ്ങൾ പേടിക്കണ്ട. നന്ദുവിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഇസബെല്ല സംസാരിക്കുമ്പോൾ പ്രഭാവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നുണ്ട് തൻ്റെ മകനെ ഇപ്പോൾ ഇത്രയും നോക്കി നിൽക്കുന്ന ഇസബെല്ലയോട്. അങ്ങനെ പ്രഭാവതിയുടെ മനസ്സിൽ ഇപ്പോൾ ദേവിക ഒരു കരടായിട്ട് മാറിയിരിക്കുകയാണ്. ഇസബെല്ല ആ സ്ഥാനത്തോട്ട് വരാൻ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നുമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.